കൊമേഴ്സ് UGC നെറ്റ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നൊരു ഏരിയ ആണ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ. അതായത് നമ്മുടെ യൂണിറ്റ് 1 ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ. വളരെ എളുപ്പത്തിലുള്ള ടോപ്പിക്കുമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വരുന്നൊരു ടോപ്പിക്കുമാണ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്കിതിൽ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ തിയറി പാർട്സിലേക്ക് പോവാം. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റേജസ് ഓഫ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ ഡെപ്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് അവിടെ ഇൻ്റഗ്രേഷൻ ഒരു ഡെപ്തിനനുസരിച്ച്, ഇൻ്റഗ്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: കോമൺ മാർക്കറ്റ്, ഫ്രീ ട്രേഡ് ഏരിയ, ഇക്കണോമിക് യൂണിയൻ ആൻഡ് കസ്റ്റംസ് യൂണിയൻ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ അറിയണം, ഈ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് അറിയണം, അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കി വരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷന് മുന്നിൽ രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിനാണ് എന്ത് വിളിക്കുക? റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കൺട്രീസ് ടു റെഡ്യൂസ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയർ. അപ്പോൾ താരിഫ് ബാരിയറും നോൺ താരിഫ് ബാരിയറും നമുക്ക് പഠിക്കാനുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്ന സമയത്ത് അതിനെ തടയുന്നത്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറച്ച് തടസ്സങ്ങളാണ് എന്ത്? ബാരിയേഴ്സ്. അതായത് നികുതി നമ്മൾ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നികുതി ഇതര റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്, അതാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ കൊണ്ടുവന്നത്. സിംപ്ലി എന്താ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ വെച്ചാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കൺട്രീസ് ടു റെഡ്യൂസ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഇനി ഈ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷനിൽ പല ടൈപ്സ് ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന മെജോറിറ്റി ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്, PTA എന്ന് പറയും. ഈ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കൺട്രീസ് ആണ് ടു റെഡ്യൂസ് ഓർ ടു എലിമിനേറ്റ് താരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ് ഓൺ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഗുഡ്സ്, ഡെസിഗ്നേറ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഡിസൈൻഡ് ഗുഡ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു 1-2 സാധനത്തിൽ നികുതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. എല്ലാ ഗുഡ്സിനും അല്ലേ, ഏതെങ്കിലും ചില ഗുഡ്സ്, സ്പെസിഫൈ ചെയ്ത ഗുഡ്സിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നികുതി ഒഴിവാക്കുള്ളൂ. അങ്ങനത്തെ എഗ്രിമെൻ്റാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇനി എന്താ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അടുത്തൊരു അഡ്വാൻസ്ഡ് ഫോമാണ്. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ അഡ്വാൻസ്ഡ് ആണെന്ത്? ഫ്രീ ട്രേഡ് ഏരിയ. മെമ്പർ കൺട്രീസ് എലിമിനേറ്റ് ഓൾ താരിഫ് ആൻഡ് കോട്ടാസ് ഓൺ ട്രേഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദംസെൽഫ്. രാജ്യങ്ങൾ തമ്മിൽ, 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുമ്പം അത് എല്ലാ ഗുഡ്സിനും അപ്ലിക്കബിൾ ആണ്. അവർ തമ്മിൽ എന്തുണ്ടാവില്ല? ബാരിയേഴ്സും കോട്ടാസും ഒന്നും ഉണ്ടാവില്ല, മീൻസ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻറ്റ് ട്രേഡ് പോളിസീസ് വിത്ത് നോൺ മെമ്പർ കൺട്രീസ്. അപ്പോൾ 2 രാജ്യങ്ങൾ, ഇപ്പോൾ USA മെക്സിക്കോയും, അവർ തമ്മിൽ എന്തുണ്ട്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന് വയ്ക്കാം. അവർ തമ്മിൽ എന്താണ്? സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാവില്ല നികുതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ USA മെക്സിക്കോയും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പം ഒരു കോമൺ ആയിട്ടല്ല ഡീൽ ചെയ്യുക. USA ഇപ്പം ഇന്ത്യയുമായിട്ടൊരു സെപ്പറേറ്റ് ഡീലിങ്സ് ആയിരിക്കും, അതേപോലെ മെക്സിക്കോ ഇന്ത്യയുമായിട്ട് എന്താണ്? സെപ്പറേറ്റ് ഡീലിങ്സ് ആയിരിക്കും. അതിലൊരു ഒരു കോമൺ പോളിസി ഉണ്ടാവില്ല. അതാണ് ഫ്രീ ട്രേഡ് ഏരിയയിൽ പറയുന്നത്. അപ്പോൾ ഫ്രീ ട്രേഡ് ഏരിയൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. USMCA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എഗ്രിമെൻറ്റ്. അപ്പോൾ അതിന് മുന്നേ ഈ 3 രാജ്യങ്ങളുണ്ടായിരുന്നൊരു ഗ്രൂപ്പായിരുന്നു നാഫ്ത, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ. ആ നാഫ്തയെ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വന്നത്? USMCA വന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ടേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് കസ്റ്റംസ് യൂണിയനാണ്. ഇപ്പോൾ ഫ്രീ ട്രേഡ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു 2 രാജ്യങ്ങൾ തമ്മിൽ ബാരിയേഴ്സൊക്കെ റിമൂവ് ചെയ്യും, പക്ഷേ അവരെന്ത് ചെയ്യില്ല, നോൺ മെമ്പർ കൺട്രീസുമായിട്ട് ഡീൽ ചെയ്യുമ്പം ഒരു കോമൺ പോളിസി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ കസ്റ്റംസ് യൂണിയൻ എന്തുണ്ടെന്നറിയോ? മെമ്പേഴ്സ് റിമൂവ് ഓൾ ഇൻറ്റേർണൽ ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് അഡോപ്റ്റ് എ കോമൺ എക്സ്റ്റേണൽ ട്രേഡ് പോളിസി റിഗാർഡിംഗ് നോൺ മെമ്പർ കൺട്രീസ്. അവർ നോൺ മെമ്പർ കൺട്രിയുമായിട്ട് ഡീൽ ചെയ്യുമ്പം അവിടെ എന്താണ്? ഒരു കോമൺ എക്സ്റ്റേണൽ ട്രേഡ് പോളിസിയാണ്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല അവർ നോൺ മെമ്പേഴ്സുമായിട്ട് ഡീൽ ചെയ്യുക. നോൺ മെമ്പേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പോലും അതിലെന്തുണ്ട്? ഒരു കോമൺ പോളിസി ഉണ്ടാവും. അതിനാണ് നമ്മളെന്ന് വിളിക്കുക കസ്റ്റംസ് യൂണിയൻ. അതായത് ഫ്രീ ട്രേഡ് ഏരിയയുടെ ഒരു അടുത്ത ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നാണ് മെർക്കോസറാണ്. ഇറ്റ്സ് എ സൗത്ത് അമേരിക്കൻ ട്രേഡ് ബ്ലോക്കാണ്. 5 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സൗത്ത് അമേരിക്കൻ
ട്രേഡ് ബ്ലോക്ക്. അതിലെ മെമ്പേഴ്സിനെ നമ്മൾ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അർജൻറ്റീന, ബ്രസീൽ, പാരഗ്വായ്, ഉറുഗ്വായ് ആൻഡ് ബൊളീവിയ. ഓക്കെ, അപ്പോൾ കസ്റ്റംസ് യൂണിയൻ എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? കോമൺ എക്സ്റ്റേണൽ ട്രേഡ് പോളിസിയാണ്. അതുമാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി അടുത്തത്, അതിൻ്റെ അടുത്ത സ്റ്റേജാണ് കോമൺ മാർക്കറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾ ഇൻറ്റേർണൽ ട്രേഡ് ബാരിയേഴ്സിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എസ്റ്റാബ്ലിഷ് എ കോമൺ എക്സ്റ്റേണൽ താരിഫ്. അതായത് നമ്മൾ കസ്റ്റംസ് യൂണിയനിൽ പറഞ്ഞല്ലോ, അതായത് ഇൻറ്റേർണൽ ട്രേഡ് ബാരിയർ റിമൂവ് ചെയ്യും. അതേപോലെ കോമൺ എക്സ്റ്റേണൽ ട്രേഡ് പോളിസി ഉണ്ടാവും. അതേപോലെ തന്നെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അക്രോസ് മെമ്പർ കൺട്രീസ് തമ്മിൽ എന്തുണ്ടാവും? ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആയിരിക്കും. അതിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. ലേബേഴ്സിന് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാനൊന്നും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കരീബിയൻ കമ്മ്യൂണിറ്റിയാണ്. എന്താണ്? കരീബിയൻ കമ്മ്യൂണിറ്റി. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ അതിൽ ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. ഇന്ന് ഈ കോമൺ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത ലെവൽ വരുന്നതാണ് ഇക്കണോമിക് യൂണിയനാണ്. ഓക്കെ, ഇപ്പോൾ കോമൺ മാർക്കറ്റിൻ്റെ അഡീഷണൽ ഒരു ഫീച്ചറും കൂടി എവിടെ വരുന്നുണ്ട്? ഇക്കണോമിക് യൂണിയനിൽ വരുന്നുണ്ട്. ഇക്കണോമിക് യൂണിയനിൽ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പായിരിക്കും. അവിടെ എന്തുണ്ടാവും? കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഉണ്ടാവും. എന്തുണ്ടാവും? കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? ഓഫൺ ഷെയർഡ് യൂണിഫൈഡ് കറൻസി. അവരുടെ കറൻസി, ആ മെമ്പർ കൺട്രീസിൻ്റെ ഒക്കെ കറൻസി എന്തായിരിക്കും? ഒരു കറൻസി ആയിരിക്കും. ഓക്കെ, എല്ലാവരും കൂടി ഒരു കറൻസിയാണ് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷനാണ് നമ്മളിന്ന് വിളിക്കാം ഇക്കണോമിക് യൂണിയൻ എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് യൂറോപ്യൻ യൂണിയൻ. നമുക്കൊക്കെ അറിയാവുന്ന EU. യൂറോപ്യൻ യൂണിയൻ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇക്കണോമിക് യൂണിയൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് പൊളിറ്റിക്കൽ യൂണിയൻ. ഇപ്പോൾ പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റേജാണ് എന്ത്? പൊളിറ്റിക്കൽ യൂണിയൻ. ദ മോസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റേജ് റിക്വയറിങ് എ സെൻട്രൽ പൊളിറ്റിക്കൽ അപ്പാരറ്റസ് ദറ്റ് കോർഡിനേറ്റ് ദ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഫോറിൻ പോളിസീസ് ഓഫ് മെമ്പർ സ്റ്റേറ്റ്സ്. അവിടെ രാജ്യങ്ങൾ തമ്മിൽ എന്താണ്? ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് യൂണിയൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ്. അതായത് എക്കണോമിക് ആയാലും സോഷ്യൽ ആയാലും ഫോറിൻ പോളിസി ആയിരിക്കും എല്ലാം എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സ്റ്റേജിനാണ് നമ്മളിന്ന് വിളിക്കുന്നത് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സമ്മറൈസ് നോക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് എന്താണ്? നോ ബാരിയർ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ്. അതായത് സ്പെസിഫൈ ചെയ്ത ഗുഡ്സിന് എന്തുണ്ടാവില്ല? ടാക്സും നികുതികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഗുഡ്സിന് നികുതി ഉണ്ടാവും. അതിനാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് വിളിക്കുക. അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്തായിരുന്നു? ഫ്രീ ട്രേഡ് ഏരിയ. അവിടെ എന്താ ചെയ്യുന്നത്? റിമൂവ് താരിഫ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്. മെമ്പേഴ്സ് തമ്മിലുള്ള താരിഫ് റിമൂവ് ചെയ്യും. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല? കോമൺ എക്സ്റ്റേണൽ താരിഫ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ടോ? അതുമില്ല. കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസിയും ഇല്ല. ഇനി അടുത്ത് നോക്കിയേ കസ്റ്റംസ് യൂണിയൻ. കസ്റ്റംസ് യൂണിയൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്തുണ്ട്? കൺട്രീസ് തമ്മിൽ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്ന മാത്രമല്ല അവരെന്തും കൂടി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്? കോമൺ എക്സ്റ്റേണൽ താരിഫും കൂടി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് രണ്ട് കോളത്തിലും ടിക്ക് മാർക്ക്, അതായത് ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എവിടെയില്ല? കസ്റ്റംസ് യൂണിയൻ ഇല്ല. കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസിയും എവിടെയില്ല? കസ്റ്റംസ് യൂണിയൻ ഇല്ല. ഇനി കോമൺ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫീച്ചറും ഉണ്ട്. അതെന്താണ്? കൺട്രീസ് തമ്മിലുള്ള ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്, കോമൺ എക്സ്റ്റേണൽ താരിഫ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്തും കൂടി ഉണ്ട്? ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ കൂടി ഉണ്ട്. പക്ഷേ എന്തില്ല? കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഇല്ല. ഇനി ഇക്കണോമിക് യൂണിയൻ നോക്കിയേ, അവിടെ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. കൺട്രീസ് തമ്മിൽ താരിഫ് റിമൂവ് ചെയ്യുന്നുണ്ട്, അവരെന്താകുന്നുണ്ട്? കോമൺ എക്സ്റ്റേണൽ താരിഫാണ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ട്. അത് കൂടാതെ കോമൺ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ കോമൺ കറൻസി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ യൂണിയൻ ആണ്. ദി ഇൻ്റഗ്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് അഫെയർസ്. ഇതിൻ്റെ ഹയസ്റ്റ് സ്റ്റേജാണ് എന്ത് വരുന്നത്? പൊളിറ്റിക്കൽ യൂണിയൻ. അപ്പോൾ നിങ്ങൾ ഈ തിയറി പഠിച്ചിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൽ ട്രേഡ് ബ്ലോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. മേ ബി എക്സാമിൽ അത് ചോദിക്കാറുണ്ട് ചില സമയത്ത്, എത്ര രാജ്യങ്ങളുണ്ട്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്നൊക്കെ. ഫസ്റ്റ് വൺ യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയനിൽ 27 മെമ്പേഴ്സാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? November 1st, 1993. ഈ യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ളൊരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു കരാറുണ്ട്.
അതിനെ നമ്മളെന്താ വിളിക്കുകയെന്ന് അറിയുമോ? മാസ്ട്രിക്റ്റ് ട്രീറ്റി എന്നാണ്. എന്താണ് മാസ്ട്രിക്റ്റ് ട്രീറ്റി? അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ദെൻ യൂറോപ്യൻ കമ്മ്യൂണിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നതെന്ന് കൂടി ഓർമ്മിച്ച് വെക്കാം. ദെൻ യൂറോ കറൻസി എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്, January 1st, 1999. അപ്പോൾ നിങ്ങൾ ബ്രെക്സിറ്റ് എന്ന് പറയുന്നൊരു ടേം കേട്ടിട്ടുണ്ടാവും അല്ലേ? ബ്രെക്സിറ്റ് എന്തായിരുന്നു? ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയൻ വിട്ടുപോയ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിത് വിളിക്കുക ബ്രെക്സിറ്റ്. അപ്പോൾ UK എപ്പോഴാണ് യൂറോപ്യൻ യൂണിയൻ ലെഫ്റ്റ് ചെയ്തതെന്നും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എപ്പോഴാണ്? January 31, 2020 ആണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി USMCA നമ്മൾ നേരത്തെ പറഞ്ഞു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്ക കാനഡ എഗ്രിമെൻ്റ് ആണ്. അതായത് 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. USA ഉണ്ട്, കാനഡ ഉണ്ട്, മെക്സിക്കോ ഉണ്ട്. ഇനി എപ്പോഴാണ് സൈൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്, November 30, 2018. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷനിലെ ട്രേഡ് ബ്ലോക്ക് നാഫ്തനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. നിങ്ങൾ ഓർമ്മിച്ച് വെക്കണേ. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ, അതിലും ഈ മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് 2018 November 30 വന്നതാണ് USMCA. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷമാണ് നാഫ്ത റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി സാർക്ക് നമ്മളെ കൺട്രി ഉൾപ്പെട്ടിട്ടുള്ളൊരു ട്രേഡ് ബ്ലോക്കാണ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. പക്ഷെ അതിപ്പം നിലവിൽ വർക്കിംഗ് അല്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 1985 എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1985. അതിൽ മെമ്പേഴ്സിനെ നോക്കുക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. അപ്പോൾ ഈ സാർക്ക് ഈ പാകിസ്ഥാനുമായിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ കാരണം സാർക്ക് ഇപ്പം എന്തല്ല, ഇന്ത്യ അതിൽ കോപ്പറേറ്റീവ് അല്ല, മീൻസ് പങ്കെടുക്കുന്നില്ല. അതിന് പകരം പുതിയൊരു ട്രേഡ് ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ബിംസ്റ്റെക് എന്നാണ്. അത് ഓർമ്മിച്ച് വെക്കുക, ബിംസ്റ്റെക്. അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ഓക്കെ. അപ്പോൾ സാർക്കിലെ കൺട്രീസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. സാർക്കിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ബിംസ്റ്റെക്കിനെയും ഓർമ്മിച്ച് വെക്കാം. ഇനി ആസിയാനാണ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് August 8, 1967 ആണ്. ആസിയാൻ്റെ ഇയർ ഇതിന് മുന്നേ ഒരു നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കാം. 11 മെമ്പേഴ്സാണ് ആസിയാനുള്ളത്. ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ ഇത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പേര് നിങ്ങളത് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. എന്തായാലും കൺട്രീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആണ്. ഓക്കെ. വേൾഡ് ബാങ്ക് നമുക്കറിയാം എന്താണ് വേൾഡ് ബാങ്ക് എന്നുള്ളതൊക്കെ. വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് എവിടെയാണ്? വാഷിങ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ദെൻ നമ്മൾ യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത് മാസ്ട്രിക്റ്റ് ട്രീറ്റി എന്ന് പറയുന്ന ഒരു കരാറിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൻ്റെ ബേസിലാണ്. അത് ഓർമ്മിച്ച് വെക്കണം. 1944 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൽ വെച്ചിട്ട് വേൾഡ് ബാങ്കും IMFും രണ്ടും ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ഓക്കെ. അതായത് വേൾഡ് ബാങ്ക് മാത്രമല്ല, IMFും എന്തിൻ്റെ ബേസിലാണ്? ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൻ്റെ ബേസിലാണ്. ഇനി വേൾഡ് ബാങ്കിൽ 5 ഗ്രൂപ്പ്സ് ഉണ്ട്. വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അതിൽ 5 സബ്സിഡറീസ് ഉണ്ട്. അതിനെക്കുറിച്ച് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? ഒന്ന് IBRT ആണ്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ IDA, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ദെൻ IFC, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. ദെൻ ICSID, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്. ദെൻ MIGA, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. അപ്പം വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന 5 സബ്സിഡറീസ് ആണ്. ആ 5 സബ്സിഡറീസിന് തന്നിട്ട് അതിൽ വേറെ എന്തെങ്കിലും തെറ്റിച്ച് തന്നുകൊണ്ട് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓർമ്മിച്ച് വെക്കാം. ദെൻ വേൾഡ് ബാങ്കിൻ്റെ റോളാണ് നമ്മളിവിടെ പറയുന്നത്.
പ്ലേഡ് എ മേജർ റോൾ ഇൻ ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ്. ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഫണ്ട്സുകൾ ചിലവഴിക്കുന്നുണ്ട്. ദെൻ IMF നമ്മൾ പറഞ്ഞു എന്തിൻ്റെ ബേസിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടത്, 1944 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൻ്റെ ബേസിലാണ് IMFും നിലവിൽ വന്നിട്ടുള്ളത്. 191 നേഷൻസ് അതിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും IMFിലേക്ക് എന്ത് ചെയ്യണം, ഒരു കോൺട്രിബ്യൂഷൻ നൽകേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇനി IMF ഡെവലപ്പ് ചെയ്തൊരു കറൻസിയാണെന്ത്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. എന്താ സ്പെഷ്യൽ ഡ്രോയിങ് കറൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്താൻ വേണ്ടി IMF ഡെവലപ്പ് ചെയ്ത കറൻസിയാണ് SDR അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. അതായത് 5 രാജ്യങ്ങളുടെ കറൻസി ഉപയോഗിച്ചിട്ടാണ് IMF എന്ത് ചെയ്തിരിക്കുന്നത്, ഈ SDR ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്, US ഡോളർ ഉണ്ട്, പൗണ്ട് സ്റ്റെർലിംഗ് ഉണ്ട്, യൂറോ, ചൈനീസ് ഉണ്ട്, ചൈനീസിൻ്റെ കറൻസി ഉണ്ട്, അതേപോലെ ജപ്പാനീസ് യെൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ SDR IMFിൻ്റെ ഒരു കറൻസിയാണ്, ഇൻവെൻറ്റഡ് കറൻസിയാണെന്ന് ഓർമ്മിച്ച് വെക്കുക. അതിൽ ഈ 5 രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ചിട്ടാണ് SDR ക്രിയേറ്റ് ചെയ്തതെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്കൊന്ന് പോയാലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് പഠിച്ചു, ഫ്രീ ട്രേഡ് ഏരിയ ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഇതിൽ 4 എണ്ണമാണ് തന്നത്. കോമൺ മാർക്കറ്റ് ഉണ്ട്, ഫ്രീ ട്രേഡ് ഏരിയ, എക്കണോമിക് യൂണിയൻ, കസ്റ്റംസ് യൂണിയൻ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഫസ്റ്റ് ഏതാ വരിക എന്നല്ലേ. ഏതാ വരിക, ഫ്രീ ട്രേഡ് ഏരിയ. രണ്ടാമത്തെ ഏതായിരുന്നു വന്നത്, കസ്റ്റംസ് യൂണിയൻ. മൂന്നാമത്തേതാ വരിക, കോമൺ മാർക്കറ്റ്. നാലാമത്തത് എക്കണോമിക് യൂണിയൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക.